ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സിയോൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്ലാസ് 9 ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ മൂവിങ് ഫോർവേഡ് ഫ്രം ദ സ്റ്റോൺ ഏജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ എടുക്കാനാണ്. ഇതിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം കേട്ടോ. എന്നിട്ട് അതിനുശേഷം മാത്രം നിങ്ങൾ ഈ ഒരു ക്ലാസ് കാണാം, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റോൺ ഏജിനെ പറ്റി പറഞ്ഞു. ഈ സ്റ്റോൺ ഏജിനെ നമ്മൾ 3 പാർട്ടാക്കി ഡിവൈഡ് ചെയ്തു. പാലിയോലിത്തിക് ഏജ്, നിയോളിത്തിക് ഏജ് ആൻഡ് മെസോളിത്തിക് ഏജ്, അങ്ങനെ 3 പാർട്ടാക്കി ഡിവൈഡ് ചെയ്തു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മെറ്റൽ ഏജിനെ പറ്റിയിട്ടാണ്. എന്തിനെ പറ്റിയിട്ടാണ്? മെറ്റൽ ഏജിനെ പറ്റിയിട്ടാണ്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഈ മെറ്റൽ ഏജിനെ തന്നെ നമ്മൾ സ്റ്റോൺ ഏജിനെ ഡിവൈഡ് ചെയ്ത പോലെ തന്നെ നമ്മൾ മെറ്റൽ ഏജിനെയും 2 പാർട്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നറിയാം? ഒന്നാമത്തത് ബ്രോൺസ് ഏജ്, രണ്ടാമത്തത് അയൺ ഏജ്. ഓക്കെ, അയൺ അറിയില്ലേ? ലോഹങ്ങളാണ്. അപ്പോൾ ബ്രോൺസ് ഏജും ഉണ്ട്, അയൺ ഏജും ഉണ്ട്. നമ്മളെ മെറ്റൽ ഏജിനെ തന്നെ നമ്മൾ 2 പാർട്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ്, ഒന്നിൻ്റെ പേരാണ് ബ്രോൺസ് ഏജ്, രണ്ടാമത്തതിൻ്റെ പേരാണ് അയൺ ഏജ് എന്ന് പറയുന്നത്. മേജർ പ്ലേസസ് വെയർ കോപ്പർ ഡിസ്കവേർഡ്, അതായത് നമ്മൾ കോപ്പർ, അതായത് നമ്മൾ അയണും ഇതൊക്കെ പെടും. ഈ കോപ്പർ ആദ്യമായിട്ട് കണ്ടുപിടിച്ച സ്ഥലങ്ങളെയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ തുർക്കിയിലുള്ള കാറ്റ് ഹോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. നോർത്തേൺ സിറിയയിലുള്ള ഷയോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. ഇറാനിലുള്ള അലിക്കോഷ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട്. ഇത് 3 മേജർ, അതായത് ഫസ്റ്റായിട്ട് നമ്മൾ കോപ്പർ ഡിസ്കവർ ചെയ്ത സ്ഥലമാണ്. അത് മനസ്സിലാക്കുക കേട്ടോ. ജസ്റ്റ് മനസ്സിലാക്കാൻ പറഞ്ഞെന്നുള്ളൂ. നമ്മൾ ഇങ്ങനെ ഓർത്ത് വെക്കണം, അതായത് എക്സാമിന് വരും. ആദ്യമായിട്ട് ഇതാണ് 3 സ്റ്റേജസ് ആണ്. ഫസ്റ്റ് നമ്മൾ തുർക്കിയിൽ കണ്ടുപിടിച്ചു, പിന്നെ ഇവിടെ അങ്ങനെ ഓരോ സ്ഥലത്ത് എവിടെയാണ് കണ്ടുപിടിച്ചത്, എവിടെയുള്ള സ്ഥലമാണ് എന്നൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് മനസ്സിലാക്കുക കേട്ടോ. അത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ദ മെറ്റൽ ഏജ് ബിഗിൻ വെൻ ദ ഹ്യൂമൻ സ്റ്റാർട്ടഡ് യൂസിങ് മെറ്റൽ ഇൻട്രാക്ട് ദ സ്റ്റോൺ, ക്ലിയർലി റിഫ്ലക്റ്റഡ് ഇൻ ദ ഹ്യൂമൻ പ്രോസസ് ഓഫ് ടെക്നോളജി. മെറ്റൽ ഏജിൽ തന്നെ നമ്മൾ മെറ്റൽസ് നമ്മൾ ഹ്യൂമൻസ് യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. കൂടെ തന്നെ സ്റ്റോൺസും. എന്തുകൊണ്ടായിരിക്കും അവർ സ്റ്റോൺസ് കളയാതിരിക്കാനുള്ള കാരണം? അതായത് മെറ്റൽസ് വന്നല്ലോ, ഇനി എന്തിനാ അവർക്ക് സ്റ്റോൺസ് അവർക്ക് വിട്ടൂടെ? ബട്ട് അവർ വിടാത്ത കാരണം എന്താണ്? മെറ്റൽസ് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് പണിയല്ലേ? അതെ, ഒരു ലോഹത്തിലേക്ക് വേറൊരു ലോഹം ഒഴിച്ച് അങ്ങനെ കുറച്ച് ടാസ്ക് പിടിച്ച സംഭവമാണ്. അപ്പോൾ ഇവരിത് ചെയ്ത അന്നത്തെ കാലത്ത് തന്നെ ഇങ്ങനെ മെറ്റൽസ് ഒക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. ഇപ്പം നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് പല രീതികളിലാണ് മെറ്റൽസ് ഉണ്ടാക്കുന്നതെങ്കിൽ അന്ന് അവരെങ്ങനെയാവും? അന്ന് നമ്മൾ ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊന്നും ഇല്ല. അന്ന് അവർ സ്വയം കൈകൊണ്ടായിരുന്നു എല്ലാ പണികളും ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് ഇങ്ങനെ പ്രത്യേകിച്ച് ഈസി വേയിലുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അന്നത്തെ കാലത്തുള്ള ആളുകൾക്ക് അത് കുറച്ച് ടാസ്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ സ്റ്റോൺസിന് എന്ത് ചെയ്തിട്ടില്ല, കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. കോപ്പർ വാസ് ദ ഫസ്റ്റ് മെറ്റീരിയൽ യൂസിങ് ബൈ ഹ്യൂമൺ. കോപ്പറാണ് നമ്മുടെ മെറ്റലിൽ ഫസ്റ്റായിട്ട് ഹ്യൂമൻസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡ്യൂറിങ് ദിസ് പീരീഡ് ഹ്യൂമൻ ലേൺ ദ ടെക്നിക് ഓഫ് ടേണിങ്. ഡ്യൂറിങ് ദിസ് പീരീഡ് ഹ്യൂമൻ ലേൺ ദ ടെക്നിക് ഓഫ് ടേണിങ്. ഇതെന്താന്ന് വെച്ചാൽ ഈ ഒരു പീരീഡിലാണ് ഈ ഹ്യൂമൻസ് എന്ത് പഠിച്ചത്? ടെക്നിക് ഓഫ് ടേണിങ് പഠിച്ചത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുമ്പ് വസ്തുവിലേക്ക് വേറൊരു സംഭവം കലർത്തി അങ്ങനെയൊക്കെയാണ് നമ്മൾ മെറ്റൽസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പല രീതിക്കും ഈ ടെക്നിക് ഓഫ് ടേണിങ്ങിലൂടെയാണ് അവരെന്ത് നടത്തിയിട്ടുണ്ടായിരുന്നത്? പല രീതിയിലുള്ള ലോഹങ്ങൾ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡ്യൂറിങ് ദിസ് പീരീഡ് ഹ്യൂമൻസ് ലേൺ ദ ടെക്നിക് ഓഫ് ടേണിങ് റോ കോപ്പർ ഇൻ ടു വെപ്പൺ ആൻഡ് ടൂൾസ്. ഈ ടെക്നിക് ഓഫ് ടേണിങ്ങിൽ തന്നെ അവർ കോപ്പർ യൂസ് ചെയ്തിട്ടുണ്ട്, വെപ്പൺസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, സ്റ്റോൺ ടൂൾസും യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് എന്തിനെ പറ്റി പഠിക്കാനുള്ളത്? നമ്മളുടെ മെറ്റൽ ഏജിനെ പറ്റി പഠിക്കാനുള്ള. ഈ മെറ്റൽ ഏജിൽ തന്നെ നമ്മൾ ബ്രോൺസ് ഏജും ഇങ്ങനെ ഡിവൈഡ് ചെയ്തു. അത് അവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം കുറച്ച് ശ്രദ്ധിക്കാം. ചാൽക്കോലിത്തിക് ഏജ്. ഈ ചാൽക്കോലിത്തിക്
ചാൽക്കോലിത്തിക് ഏജ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. വി യൂസ് ഇറ്റ് സ്റ്റോൺസ് ആൻഡ് കോപ്പർ ടൂൾസ്. ചാൽക്കോലിത്തിക് ഏജ് അവരെന്താണ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന്? സ്റ്റോൺസും കോപ്പർ ടൂൾസും. നമ്മൾ പറഞ്ഞു അവർക്ക് എന്തായാലും ഈ കോപ്പർ ടൂൾസ് ഉള്ളത് കൊണ്ട് മാത്രം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സ്റ്റോൺസ് അവർ ഇത്രയും കാലമായിട്ടും കളഞ്ഞിട്ടില്ല. പാലിയോളിത്തിക് കഴിഞ്ഞു, നിയോളിത്തിക് കഴിഞ്ഞു, മെസോളിത്തിക് കഴിഞ്ഞു. അപ്പോൾ ഇതിലൊന്നും അവരെന്ത് ചെയ്തിട്ടില്ല, സ്റ്റോൺസ് കളഞ്ഞിട്ടില്ല. ഇനി അങ്ങോട്ട് വന്നതിലും അവർ സ്റ്റോൺസ് കളഞ്ഞിട്ടില്ല. ഇനി പറയുകയാണെങ്കിൽ രാജസ്ഥാൻ ആൻഡ് മധ്യപ്രദേശിലാണ് ആദ്യമായിട്ട് ഈ കോപ്പർ ടൂൾസ് ഒക്കെ യൂസ് ചെയ്ത് വന്നത്. പിന്നെ ചാൽക്കോലിത്തിക്കിന് ഒരുപാട് സംഭവങ്ങൾ കണ്ടുപിടിച്ചത് എവിടെയായിരുന്നു? നമ്മളുടെ രാജസ്ഥാനിലും മധ്യപ്രദേശിലുമായിരുന്നു. അതായത് ദാമിയാബാദിലും സുവാസ് അല്ല, നുവാസ്. ഓക്കെ, ദാമിയാബാദിലും നുവാസിലുമായിരുന്നു. ജസ്റ്റ് നമ്മൾ ചാൽക്കോലിത്തിക് എന്താണ്, എന്തൊക്കെ ജസ്റ്റ് അതിൻ്റെ ഇമ്പോർട്ടൻസ് മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ജസ്റ്റ് അത് വായിച്ച് നോക്കാം കേട്ടോ. അതിൻ്റെ ഇമ്പോർട്ടൻസ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബ്രോൺസ് ഏജിനെ പറ്റി പറയുകയാണെങ്കിൽ ബ്രോൺസ് ഈസ് എ മെറ്റൽ അലോ മെയ്ഡ് ബൈ മൈമിങ് കോപ്പർ ആൻഡ് ടിൻ. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ബ്രോൺസ് ഏജിലെ മെറ്റീരിയൽസ് അലോ മെയ്ഡ് ബൈ, അതായത് അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കോപ്പർ ആൻഡ് ടിന്ന് വെച്ചിട്ടായിരുന്നു. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടായിരുന്നു ബ്രോൺസ് ഏജ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇന്തോ വാലി സിവിലൈസേഷൻ, അതിൽ നിന്ന് തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ആ വന്ന മാറ്റങ്ങളാണ് ഇന്തോ വാലി സിവിലൈസേഷൻ, ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഇന്തോ വാലി സിവിലൈസേഷൻ എന്ന് പറയും. പിന്നെ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, പിന്നെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. ഈ 3 സിവിലൈസേഷൻസ് ആണ് ഫസ്റ്റായിട്ട് വന്നത്. ഫസ്റ്റ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണ് വന്നത്. അതാണ് ഈ 3 പറഞ്ഞത്. പിന്നെ അങ്ങനെ ഒരുപാട് സിവിലൈസേഷൻസ് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ 3 ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ഓഫ് ഹ്യൂമൻസ് എൻട്രി ഇൻ ടു അർബൻ ലൈഫ്. ആ കാലത്തുള്ള ഹ്യൂമൻസിൽ തന്നെ അർബൻ ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. Urbanization begins when the region come to be populated where the majority activities such as craft പോലെ അതുപോലെ, അതായത് നമ്മളുടെ ഈ അഗ്രികൾച്ചർ മാത്രം അവർക്ക് ഡിപ്പെൻഡ് ചെയ്യില്ല എന്ന് അവർക്ക്, അതായത് അത് മാത്രം അവരെ കൊണ്ട് പറ്റില്ല. അങ്ങനത്തെ ഒരു അഗ്രികൾച്ചർ മാത്രം എല്ലാവരും ചെയ്താൽ ശരിയാവില്ല എന്ന് തോന്നിയപ്പോൾ അവരെന്ത് ചെയ്തു എന്നാണ് പറയുന്നത്, അവർ ക്രാഫ്റ്റ് അങ്ങനെ കുറച്ച് പല വേറെ രീതിയിലുള്ള ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ ലൈഫിൽ വന്നിട്ടുണ്ടായിരുന്നു. വൈഡ് സ്ട്രൈറ്റ് പബ്ലിക് ബിൽഡിങ്സ്, ബെറ്റർ ഫെസിലിറ്റീസ്, ബിസി ലൈഫ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ആർ ദ ഹോൾമാർക്സ് ഓഫ് സച്ച് അർബൻ ലൈഫ്. ഇവരുടെ അർബൻ ലൈഫ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ എന്തിലായിരുന്നു? പബ്ലിക് ബിൽഡിങ്സ് വന്നു തുടങ്ങി, ബെറ്റർ ഫെസിലിറ്റീസ് വന്നു തുടങ്ങി. അതായത് ഇവർ കുറച്ച് ബിൽഡിങ്സ് ഒക്കെ പൊന്തി തുടങ്ങി. ആ ഒരു ടൈം ആയപ്പോൾ ഇതിന് ബിൽഡിങ്സ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ബിൽഡിങ്സ് പോലെ അവർ പണിതുണ്ടാക്കി. അതിൽ തന്നെ ഒരുപാട് ബെറ്റർ ഫെസിലിറ്റീസ് കൊണ്ടുവന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നു. അതേപോലെ തന്നെ ബിസി ലൈഫായി തുടങ്ങി. ആൾക്കാർക്കൊക്കെ പല ജോബുകളിലും ഏർപ്പെട്ടിട്ട് പല ജോലികളിലായിട്ട് അവർക്ക് ബിസി ലൈഫായി തുടങ്ങി. ആൻഡ് ആളുകളൊക്കെ കൂടുമ്പോൾ കൂടുതൽ എൻ്റർടൈൻമെൻറ്റും യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ ഇവരുടെ ഇടയിൽ വന്നു തുടങ്ങി. ചൈനീസ് സിവിലൈസേഷനെ പറ്റി പറയുകയാണെങ്കിൽ മോഹൻജൊദാരോ, ഇതൊക്കെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചൈനീസ് സിവിലൈസേഷനിൽ അതായത് നമ്മളിവിടെ മുന്നേ കുറച്ച് സിവിലൈസേഷൻ പറഞ്ഞു. ഏത് പറഞ്ഞപ്പോഴാണ് നമ്മൾ കുറച്ച് സിവിലൈസേഷൻ്റെ പേര് പറഞ്ഞത്? നമ്മൾ മേജർ പ്ലേസസ് ഇൻ അതുപോലെ അല്ല, നമ്മൾ എവിടെയോ ഒരു സിവിലൈസേഷൻ സെക്ഷൻ പറഞ്ഞു. അത് തന്നെ ബ്രോൺസ് ഏജിൽ നമ്മൾ പറഞ്ഞു കുറച്ച് ഇൻഡസ് വാലി സിവിലൈസേഷൻ, മെസപ്പൊട്ടോമിയൻ ആൻഡ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, അതൊക്കെ പറഞ്ഞല്ലോ. അതിൻ്റെ കൂട്ടത്തിലുള്ള ഒരാളാണ് ചൈനീസ് സിവിലൈസേഷൻ. മോഹൻജൊദാരോ ആൻഡ് ഹാരപ്പ, അങ്ങനെ കുറച്ച് ഇതുണ്ട്. മോഹൻജൊദാരോ ആരാണ്? റഹ്മാൻ സാഹിരി, ഹാരപ്പയിലെ R.D. പുനർജി, ലോഥലില് R.D. പുനർജി തന്നെ. പിന്നെ ലോഥൽ എന്ന് പറയുന്നത് ഒരു പോർട്ട് സിറ്റിയാണ്, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ലേറ്റർ വേദിക് പീരീഡിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു ഗാന്ധറ്റിക് പ്ലാൻ ആണ്. ഇത് മനസ്സിലാക്കുക. നമ്മൾ ഗാന്ധറ്റിക് പ്ലാനെ
കൂടുതലായിട്ട് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണാണ്. മണ്ണിനെ റിക്കവർ ചെയ്യുന്ന ഒരു സംഭവമാണ്. അറിവിൻ്റെ കേന്ദ്രം എന്നാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ. ഇനി 4 ടൈപ്പ് ഓഫ് ബുക്സ് ഉണ്ട്, അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഋഗ്വേദ, സമവർവേദ, പിന്നെ യജുർവേദ, പിന്നെ അഥർവവേദ. ഇങ്ങനെ 4 ബുക്സ് ഉണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. നമ്മൾ മുന്നേ പഠിച്ച കാര്യമാണ്. After the decline of Harappan civilization, the Aryans entered to the Sabdu Sindhu, north west India. ഈ ആര്യന്മാരുണ്ടല്ലോ ഹാരപ്പൻ സിവിലൈസേഷനിൽ, അങ്ങനെയല്ല ഇവിടെ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ഹാരപ്പന്മാർ നോർത്ത് വെസ്റ്റ് ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കടന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ദേ സ്പോക്ക് ദ ലാംഗ്വേജ് ദാറ്റ് belonged to the Indo-European family of languages. എന്താണ് ഇവിടെ പറയുന്നത്? ഈ ആളുകളുടെ ഭാഷയിൽ നിന്നാണ് അവർ ഈ ഇന്തോ യൂറോപ്യൻ റീജിയനിലുള്ള ആളുകൾ എങ്ങനെയാണോ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്, അതായത് ഒരു ഇന്തോ യൂറോപ്യൻ ഫാമിലി ആയിരുന്നു അവരുടേത്. ആ ഒരു ഭാഷയിൽ അവർ സംസാരിച്ചത് കൊണ്ടാണ് നമ്മളുടെ ഇന്ത്യയിൽ ആര്യന്മാർ ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ പറയാനുള്ള കാരണം. Based on linguistic advice, Aryas in believed to the natural of Central Asia. ഇവർ എവിടെയായിരുന്നു, ഇവരുടെ സംസാര രീതി വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് ഇവർ ഏഷ്യ സെൻറ്ററിലായിരുന്നു, നടുക്കായിരുന്നു, ഏഷ്യയുടെ നടുക്കായിരുന്നു, സെൻറ്റർ ഓഫ് ഏഷ്യ ആയിരുന്നു ഇവരുടെ സംസാര രീതി കേട്ടിട്ടാ. ദ പീരീഡ് ഈസ് കോൾഡ് വേദിക് ഏജ്. ഇത് ഈ ഒരു പീരീഡിനെ എല്ലാ സവിശേഷതയും കൂട്ടിയിട്ടുള്ള ഈ ഒരു പീരീഡ് നമ്മൾ വേദിക് ഏജ് എന്ന് പറയുന്നു. വിച്ച് ഫോൾ ബിറ്റ്വീൻ 1015 BCE ആൻഡ് 600 BCE എന്ന് പറയുന്നുണ്ട്. ഗ്ലാൻഡക്റ്റിക് പ്ലാനിനെ പറ്റി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. മോർ അയൺ സെഡിമെൻ്ററീസ്, അതായത് ഇരുമ്പ് ആയുധങ്ങളായിരുന്നു യൂസിങ് ഇൻ ദസ് പീരീഡ്. ഇരുമ്പ് ആയുധങ്ങളായിരുന്നു ആ ഒരു പീരീഡിൽ അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് നമ്മളോട് പറയുന്നുണ്ട്. ഇനി നമ്മൾ പറയുന്നത് ഏർലി വേദിക് പീരീഡും പിന്നെ ലേറ്റർ വേദിക് പീരീഡും ആയിരുന്നു. സപ്തം സിന്ധു റീജിയൻ ഏർലി വേദിക് പീരീഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ലേറ്റർ വേദിക് പീരീഡിൽ എക്സ്റ്റാൻഡ് അപ്പ് ദ ഗാനറ്റിക് പ്ലാന് കൂടുതലായിട്ടും എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പേർഷ്യൽ എക്കണോമി ആയിരുന്നു ഏർലി വേദിക് പീരീഡിൽ. ലേറ്റർ വേദിക് പീരീഡിൽ അവർ അഗ്രികൾച്ചറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ സെമി നോമഡ്സ് ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ അർദ്ധ നാടോടികളായിരുന്നു പൂർണ്ണമായിട്ടും ഏർലി വേദിക് പീരീഡിൽ ഉണ്ടായിരുന്നത്. നമ്മളുടെ ലേറ്റർ വേദിക് പീരീഡിൽ എന്താണ് സംഭവിച്ചത്? അവർ സെറ്റിൽഡ് ലൈഫായി, ലൈഫ് സെറ്റിലായി. ഞാൻ പറഞ്ഞില്ലേ അവർ ലൈഫ് സെറ്റിലായി എന്ന് മുന്നേ പറഞ്ഞില്ലേ, അത് അവർ ലേറ്റർ വേദിക് പീരീഡിലാണ് ആ ഒരു സംഭവം നടന്നിട്ടുള്ളത്. പിന്നെ ഏർലി വേദിക് പീരീഡിൽ കോമ്പൗണ്ട്ലി ഹൈ സോഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഹ്യൂമൻ. ആ കാലത്ത് ഹ്യൂമൻസിന് നല്ല ഹൈ സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു. ബട്ട് നമ്മൾ ഈ ലേറ്റർ വേദിക്കിലായപ്പോഴേക്കും അവരുടെ ഡിക്ലൈൻ ചെയ്ത് വന്നു. സോഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഹ്യൂമൻസ് ഡിക്ലൈൻഡ് ആയിപ്പോയി. ദ സ്റ്റോർസ് വാസ് ക്ലീൻ ആൻഡ് ബേൺഡ് ഓഫ് കൾട്ടിവേഷൻ. അവർ ആ ഏർലി വേദിക് പീരീഡിൽ അവർക്ക് കൃഷി ചെയ്യാനായിട്ട് അവർ ഫോറസ്റ്റ് ഇങ്ങനെ വെട്ടി കത്തിച്ചിട്ടായിരുന്നു അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ആളുകൾ കൾട്ടിവേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ലേറ്റർ വേദിക് പീരീഡിൽ അവർ യൂസ് ഓഫ് അയൺ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അയണിൻ്റെ യൂസ് കൂടുതലായിട്ടുണ്ടായിരുന്നു. ദ സൊസൈറ്റി കൺസിഡേർഡ് ഓഫ് മെനി ട്രൈബൽസ്. ഈ ട്രൈബൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പല ഗോത്രമായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ദ വർണ സ്റ്റാൽ ബിക്കം സ്ട്രോങ്ഡ്. അതാണ് ലേറ്ററിൽ സംഭവിച്ചിട്ടുള്ളത്. പിന്നെ ഏർലി വേദിക് പീരീഡിൽ പറയുകയാണെങ്കിൽ ദ യാഗസ് ഇവിടെ പറയുന്നത് ദ സിമ്പിൾ ആൻഡ് കുഡ് ബി ഡൗൺ ബൈ ദ ഹെഡ് ഓഫ് ദ ഫാമിലി. ഇവിടെ എന്താണെന്ന് വെച്ചാൽ അവർ നമ്മൾ ഈ ഒരു ആ കാലത്തുണ്ടായിരുന്ന ഏർലി വേദിക് പീരീഡിൽ അധികം
ഇതൊന്നും താങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ഒരു സിമ്പിൾ ലൈഫായിരുന്നു അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് നമ്മൾ ലേറ്ററിൽ എത്തിയപ്പോഴേക്കും കൂടുതൽ എക്സ്പെൻസ് താങ്ങേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ്, ഹെൽത്ത് ഇഷ്യൂസ് ആയാലും ഫുഡിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. അതായത് പീപ്പിൾസ് കൂടുകയാണല്ലോ, അതിനനുസരിച്ചിട്ട്. പിന്നെ നാച്ചുറൽ ഫോഴ്സസ് ഓഫ് വർക്ക്ഷിപ്പ്, പിന്നെ അതാണ് ഏർലി വേദിക് പീരീഡിൽ, ലേറ്റർ വേദിക് പീരീഡിൽ ന്യൂ ഡയറ്റ് കെയിം ടു ദ വർക്ക്ഷിപ്പ്. പിന്നെ ബിഗിനിങ് ഓഫ് വേരിയസ് ക്രാഫ്റ്റ് പോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ലേറ്റർ വേദിക് പീരീഡിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഫസ്റ്റത്തെ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചു. നമ്മളെ സോഷ്യലിലെ ഫസ്റ്റത്തെ ചാപ്റ്റർ, സോഷ്യലിലെ ഹിസ്റ്ററിയിലെ ഫസ്റ്റത്തെ ചാപ്റ്റർ ഫുൾ അവസാനിപ്പിച്ചു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത്. നാളെ നമ്മൾ വേറൊരു സബ്ജക്റ്റായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.